അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനത്ത് അതെ അവളുടെ പഴയകാല ഓർമ്മകളിലാണ്. പെട്ടെന്ന് അതാ അവിടുത്തെ ആ ഉമ്മ മോളെ ഇതാ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് അവളുടെ മുമ്പിലേക്ക് അതാ ആ ഉമ്മ അരച്ചുണ്ടാക്കിയ അപ്പവും ചായയും കൊണ്ടുവരുന്നു. മോളെ ഇത് കുടിച്ചോളി. ഇതാ ഒരു നിമിഷം അവൾ ഓർത്തു തൻ്റെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയെ. റബ്ബേ, ആ ഉമ്മയെ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ല. എൻ്റെ മുമ്പിലേക്ക് അത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പലതവണ ഞാൻ തട്ടി മാറ്റിയിട്ടുണ്ട്. റബ്ബേ, എന്താ റഹ്മാനെ ഞാൻ എന്തൊരു ദ്രോഹിയായിരുന്നു. ഞാൻ എന്താ റഹ്മാനെ ഇങ്ങനെ. അവളുടെ പഴയ കാലം ആലോചിച്ചു. പാവം എൻ്റെ ഉസ്താദ്. അതെ, എൻ്റെ ഉസ്താദ്, എൻ്റെ ഷെഫി ഉസ്താദ്. മോളെ ഭക്ഷണം കഴിച്ചോളൂ. ഉമ്മ തലേ ദിവസം ബീഫ് വരട്ടിയത് ഉണ്ടാക്കി വെച്ചത് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് അവളുടെ പ്ലേറ്റിൻ്റെ അരികിലായി ഇട്ട് കൊടുക്കുന്നു. മോളെ കഴിച്ചോളൂ. അതെ, അവൾക്ക് നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു. പക്ഷേ അവൾ ഓർത്തു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്. ഒരു നിമിഷം അവൾ നെടുവീർപ്പിട്ടു. റബ്ബേ, രാജേഷ്, എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ എന്ത് കരുതിയിട്ടാ ഓൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. അതെ, അവനെന്നെ ശരിക്കും മയക്കിയപ്പോൾ ഞാൻ അതിലങ്ങ് വീണുപോയി. എനിക്ക് പേടിയാകുന്നു. മോളെന്താ കഴിക്കാത്തത്? ആ ഉമ്മ കഴിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പെട്ടെന്ന് അതാ ആ ഉമ്മയുടെ മകൻ അങ്ങോട്ട് വരുന്നു. അല്ല, എങ്ങനെ ഇവിടെ വന്ന് പെട്ടു? പൊന്നു മോനെ, ചോദിക്കില്ലേ ഇപ്പോൾ. മോന് അവൾ ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് ചോദിക്കാം. അവൾക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്നായിപ്പോയി. അവൾ ഭക്ഷണം കഴിച്ചു. ഉമ്മ നല്ല ചൂടുള്ള പാൽച്ചായയും കൊടുത്തു. അവളത് സന്തോഷത്തോടെ കുടിച്ചു. എന്നാൽ അവൾക്ക് ഭയമുണ്ടായിരുന്നു. ഏത് നിമിഷവും രാജേഷിനെ തിരിഞ്ഞു വരും, എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകും എന്നുള്ള ഭയമുണ്ടായിരുന്നു അവൾക്ക്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവൻ വീണ്ടും വന്നു. എന്താ കുട്ടിയുടെ പേര്? എൻ്റെ പേര് സീനത്ത്. ഓ കുട്ടി, ഇവിടെ എങ്ങനെ വന്ന് പെട്ടു? അത് അവൾക്ക് പറഞ്ഞു മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. എന്താ കുട്ടി, ഭയക്കണ്ട, പറഞ്ഞോളൂ. എന്താ പ്രശ്നം? എന്താണ് സംഭവിച്ചത്? ഇവിടെ എങ്ങനെ വന്ന് പെട്ടു? ഇതത്ര നല്ല സ്ഥലമല്ലല്ലോ. നിങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുവന്നതോ അങ്ങനെ വല്ലതും ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോലീസിൽ വിവരം അറിയിക്കാം. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോലീസ് വന്ന്. മോനെ, വേണ്ടടാ, അതൊന്നും വേണ്ട. ആ ഉമ്മക്ക് ഭയമായിരുന്നു. എന്താ ഉമ്മ? അല്ല മോനെ, അതിപ്പോൾ നീ പോലീസിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ അവൻ വെറുതെ വിടുമോ? നിന്നെ ഉപദ്രവിക്കൂലേ അവന്? നിൻ്റെ പൊന്നും മോൻ, അതിനൊന്നും പോവല്ലേ. ഉമ്മാക്ക് ഭയമായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവൾ പറഞ്ഞു, വേണ്ട, പോലീസിന് കേസൊന്നും കൊടുക്കണ്ട. അതെന്താ? നിന്നെ തട്ടിക്കൊണ്ടുവന്നതല്ലേ? തട്ടിക്കൊണ്ടുവന്നതാണെങ്കിൽ പോലീസിൽ അറിയിക്കാഞ്ഞാൽ ഇനിയും ഒരുപാട് കുട്ടികളെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരില്ലേ? എന്താ മോള് നീ പറയുന്നത്? വേണ്ടിക്ക, വേണ്ട. അതെന്താ? കുട്ടി പേടിക്കണ്ട, ധൈര്യമായി പറഞ്ഞോളേ. ഇക്ക, അല്ല, ഞാനായിട്ട് തന്നെ. ഓ, നീയായിട്ടോ? എങ്ങനെ? ഒരു നിമിഷം അവൾ ആകെ കുഴഞ്ഞു പോയി. അല്ല, നിനക്ക് ആരൊക്കെയുണ്ട്? ഗർഭിണിയായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അതോ? ഒരു നിമിഷം അവൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ അവൾ പറഞ്ഞു, അതെ, ഞാൻ വരുമ്പോൾ ഗർഭിണിയായിരുന്നു. എന്താണ്? ഈ കുഞ്ഞിൻ്റെ ഉപ്പ? അതെ, ഈ കുഞ്ഞിൻ്റെ ഉപ്പ എൻ്റെ ഉസ്താദ്, എൻ്റെ ഷെഫി ഉസ്താദാണ്. അതെ, കുഞ്ഞിൻ്റെ പിതാവ് വിദേശത്താണ്, അറേബ്യയിൽ. എന്നെ ഒരുപാട് ക്ഷണിച്ചതാണ് അങ്ങോട്ട്. പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനല്ലായിരുന്നു ഇഷ്ടം. അതെ, ഇവിടെ വന്ന ഈ രാജേഷിൻ്റെ കൂടെ ജീവിക്കണം, എനിക്കതായിരുന്നു ഇഷ്ടം. അവൻ എനിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. മോളെ വാ, നമുക്ക് നല്ല രീതിയിൽ പാറിപ്പറന്ന് ജീവിക്കാം സുഖകരമായി. അല്ലാതെ ആ ഒരു ഉസ്താദിൻ്റെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് എന്ത് ആസ്വദിക്കാനാ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് എന്നെ. ഒരു നിമിഷം അയാളുടെ മുഖം ചുവന്നു. മതി, ഇനി പറയണ്ട. അവനൊന്നും മിണ്ടാതെ നേരെ കോലായിലേക്ക് ഇറങ്ങി. പുറത്തെ ആ പാടത്തേക്ക്
ആ കൃഷിയിടത്തിലേക്ക് നോക്കി വെറുതെ ഇരുന്നു. പെട്ടെന്ന് ഉമ്മ വന്നു. എന്താ മോനെ നീ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പോയത്? ആ കുട്ടിയോട് ഈ സംസാരിക്കുന്നതിനിടയിൽ എന്താ അങ്ങനെ ചെയ്തത്? ഉമ്മ, എനിക്ക് താല്പര്യമില്ല. എന്ത് മോനെ? ഒന്നുമില്ലമ്മ, ഒരു ഭർത്താവിനെ ചതിച്ചിട്ടാണ് അവൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. എനിക്ക് അത്തരം വിഷയങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ എനിക്ക് താല്പര്യമില്ലമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവനതാ നേരെ കൃഷിയിടത്തിലേക്ക് നടക്കുന്നു. മോനെ, എന്താ ചെയ്യുക? സത്യം പറഞ്ഞാൽ അവർക്കും വല്ലാത്ത വിഷമായി. മോളെ, നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോയിക്കൂടെ? നീ എന്തിനാ ഇവിടെ എങ്ങനെ? ഉമ്മ, ഞാൻ തിരിച്ചു പോയാൽ എന്നെ ഒരിക്കൽ പോലും അവർ സ്വീകരിക്കില്ല. കാരണം ഞാൻ അത്രക്കും വലിയ തെറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോയത്. എന്താ മോളെ, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നിന്നെ ആരെങ്കിലും കഷ്ടപ്പെടുത്തിയിരുന്നോ? നിൻ്റെ ഭർത്താവ് നിന്നെ ഭീഷണിപ്പെടുത്തുകയോ പീഡിപ്പിക്കുകയോ ചെയ്തിരുന്നോ? അതുകൊണ്ടാണോ കുട്ടി അവൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നത്? അല്ലുമ്മ, ഒരിക്കലുമല്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്നെ എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ ഭർത്താവ് നല്ലവനായിരുന്നു, വളരെയധികം സ്വാലിഹായ മനുഷ്യൻ, ഉമ്മാൻ്റെ മോനെ പോലെ. അത് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിലിൻ്റെ കണ്ണുനീർ അതാ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. മോളെ, കരയണ്ട. മോളുടെ ഭർത്താവിൻ്റെ അരികിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. വേണ്ടുമ്മ, എന്നെ ഒരിക്കലും അദ്ദേഹം സ്വീകരിക്കില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തു വന്നവളാണ്. അത് ഒരു ഉസ്താദിൻ്റെ ഭാര്യയായ ഞാൻ ഒരു ഹിന്ദുവിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചതാണ്. എനിക്ക് ഇനിയൊരിക്കലും ഹിദായത്ത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ കാഫിറായി പോയി. മോളെ, നീ എന്തേ പറയുന്നത്? അതെ ഉമ്മ, ഞാൻ തെറ്റ് ചെയ്തില്ലേ? ഒരു അമുസ്ലിമിൻ്റെ കൂടെ ഞാൻ ജീവിച്ചു കുറേ ദിവസം. അല്ല മോളെ, നീ ഗർഭിണിയല്ലേ? ഇത് എങ്ങനെ? ഇതാരുടെ കുഞ്ഞാണ്? ഇതെൻ്റെ ഉസ്താദിൻ്റെ കുഞ്ഞ് തന്നെയാണ്. അതെ, അതെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു. പക്ഷേ പലതവണ ഞാൻ ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ രണ്ടുപേരും പോയി നോക്കി. എന്നാൽ അവർ പറഞ്ഞത് ഈ ഒരു അവസ്ഥ ഇത് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അഥവാ ഇത് ഒഴിവാക്കി കളഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ജീവൻ തന്നെ ഭീഷണി ആകാൻ വകയുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും ഒഴിവാക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒഴിവാക്കാതിരുന്നു. എന്താ മോളെ നീ പറയുന്നത്? ഉസ്താദിൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്ന് വന്നിട്ട് നീ എന്താ ഒഴിവാക്ക്? ഓ, നിനക്ക് എങ്ങനെ മോളെ അത് തോന്നുന്നു? അതും സോലിഹായൊരു മനുഷ്യൻ്റെ. സത്യം പറഞ്ഞാൽ മോൾക്ക് ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ആയതുകൊണ്ടാണോ മോൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചത് മറ്റൊരുത്തൻ്റെ കൂടെ? അങ്ങനെയുണ്ട്, ചില ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുത്തും ഭർത്താക്കന്മാർ. അതെ, ഒത്തിരി കഷ്ടപ്പെടുത്തും. അങ്ങനെ ആകുമ്പോൾ വേറുള്ളവരോടൊക്കെ എന്തെങ്കിലും ഇഷ്ടം തോന്നി, സ്നേഹം തോന്നി അവരുടെ കൂടെ ഇറങ്ങി തിരിച്ചു പോരും. മോളുടെ അവസ്ഥ അതായിരുന്നോ? അല്ലുമ്മ, ഒരിക്കലും അങ്ങനെയല്ല. എൻ്റെ ഭർത്താവ് നല്ല സ്വാലിഹായ മനുഷ്യനായിരുന്നു. എന്നെ അദ്ദേഹം നല്ല രീതിയിൽ ഔറത്ത് മറച്ച് നടക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അതൊന്നും. എനിക്കെപ്പോഴും നല്ല രീതിയിൽ മുടിയെല്ലാം കഴിച്ചിട്ട് എൻ്റെ ഇഷ്ടത്തിന് ചെറിയ ഡ്രസ്സിട്ട് നടക്കാനായിരുന്നു എനിക്കിഷ്ടം. എന്താ ചെയ്യുക, എൻ്റെ ഭർത്താവിൻ്റെ ഉപദേശം കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഉമ്മ, എൻ്റെ വിവാഹത്തിന് അവർ കൊണ്ടുവന്നിരുന്നത് ഹിജാബായിരുന്നു. അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞു. അത് എനിക്ക് ഇഷ്ടമല്ലാത്ത വസ്ത്രമായിരുന്നു പർദ്ദ. അയ്യേ, എന്തിന് ആ ഒരു കാട്ടാളക്കൂട്ടം പോലെ ആ പർദ്ദ കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഭയമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമല്ലായിരുന്നു. അതെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ സൽക്കാരത്തിന് പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഹിജാബ് അണിയാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. ഒരിക്കൽ പോലും ഞാൻ ഇതിടൂല, ഇത് കള്ളന്മാരുടെ വേഷമാണ്, ഇതെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത് എന്താണെന്നോ? മോളെ, നിൻ്റെ മുഖം അതാര് കാണുന്നതും എനിക്ക് ഇഷ്ടമല്ല, അതെനിക്ക് മാത്രം ഉള്ളതല്ലേ എന്നായിരുന്നു പറഞ്ഞത്. എന്ത് ചെയ്യാൻ? ഇപ്പോൾ ഞാൻ എല്ലാവരും കൂടി എൻ്റെ നേർക്ക്
അത് ഓരോരുത്തരായിട്ട് വരും. അപ്പോൾ മോളെ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. കഴിയാനുള്ളതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട്? മോളെ നല്ലൊരു ഭർത്താവിനെ നീ അത്രയധികം കഷ്ടപ്പെടുത്തിയില്ലേ? ആ ഭർത്താവിൻ്റെ കണ്ണുനീര് തട്ടൂല മോളെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. അതും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്ന ഒരു ഹിന്ദു യുവാവിൻ്റെ കൂടെ ഒളിച്ചോടി പോന്ന്. അതും എന്തൊരവസ്ഥയാണ് മോളെ. മോൾക്ക് കുറച്ചൊന്ന് ആലോചിച്ചുകൂടേനോ? ഒന്നുമില്ലെങ്കിൽ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വിചാരിച്ചെങ്കിലും. അതെ, അല്ല എന്നിട്ട് ഇവരെന്തത് പറഞ്ഞത്? അതുമ്മ, എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ അവർ കൊണ്ടുപോകും, ആർക്കോ വേണ്ടി കോടികൾക്ക് വിൽക്കും അത്രേ. അതെ, ഡോക്ടറും ചോദിച്ചിരുന്നു. ഞങ്ങൾ ഈ ഗർഭം ഒഴിവാക്കുവാൻ വേണ്ടി ചോദിച്ചപ്പോൾ ആ കുഞ്ഞിനെ എനിക്ക് തന്നൂടെ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിരുന്നു. ഡോക്ടർക്ക് പണമുണ്ട്, പക്ഷെ കുഞ്ഞില്ല. മോളെ, എന്ത് വിഡ്ഢിത്തരം നീ പറയുന്നത്? സ്വന്തം പ്രസവിച്ച കുഞ്ഞിനെ വിൽക്കാൻ നിനക്കങ്ങനെ മനസ്സ് വരുന്നോ? നീ ഒരു ഉമ്മയാണോ? ഓ, എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. എനിക്കെൻ്റെ പൊന്നു മോൻ അല്പസമയം എൻ്റെ അരികിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ എനിക്ക് സമാധാനക്കേടാണ്, എനിക്ക് ബേജാറാണ്, എനിക്ക് ടെൻഷനാണ്. എന്താ മോളെ, ഇങ്ങനെയൊക്കെ പറയാനും ചിന്തിക്കാനും പാടുണ്ടോ? ഓ, വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സ്വന്തം പ്രസവിച്ച കുഞ്ഞിനെ വിൽക്കുവാൻ വേണ്ടി നിൽക്കുക, അതും സ്വന്തം ഭർത്താവിൽ നിന്ന് ഗർഭം ചുമന്ന. എന്താ മോളെ, പഠിച്ചവന് പേടില്ല നിനക്ക്? പഠിച്ച റബ്ബെല്ലാം കാണുന്നുണ്ടെന്ന് നീ അറിയുന്നില്ലേ? എന്താ മോളെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? ഓ, ആലിക്കാൻ കൂടി കഴിയുന്നില്ല. ആ ഉമ്മ കരയുകയായിരുന്നു. പെട്ടെന്നതാ മോൻ ഷമീർ വരുന്നു. ഉമ്മ, ആ മോനെ. എന്താ ഉമ്മ കരയുന്നത്? മോനെ, ഒന്നുമില്ലടാ, ഓരോന്നാലോചിച്ച് കരഞ്ഞു പോയതാണ്. എന്താ കരയാൻ കാരണം? ഒന്നുമല്ല, അവളുടെ കഥ കേട്ടതാണ്. ഉമ്മ, എന്തു പറ്റി? അതൊക്കെ പറയാനുണ്ട് മോനെ, കുറേ പറയാനുണ്ട്. അതെ, അവൾ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞ് അത് കേട്ട് കഴിയുമ്പോൾ പൊന്നു മോനെ, നമ്മളാകെ സങ്കടപ്പെട്ടു പോവും. ഉമ്മ, എന്താ എനിക്ക് കേൾക്കാൻ പറ്റൂലേ കഥ? മോനെ, എൻ്റെ പൊന്നു മോനക്ക് കേൾക്കാൻ പറ്റായിട്ടല്ല, എന്നാലും വല്ലാത്തൊരവസ്ഥ തന്നെ റബ്ബേ. ഉമ്മ, എന്താണ്? പെട്ടെന്ന് അത് അവൾ പറഞ്ഞോളൂ ഉമ്മ. അതെ, എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞാൻ ഉമ്മയോട് പറഞ്ഞോളൂ, ഒന്നും മറച്ചു വെക്കണ്ട. അതൊക്കെ ഉള്ള കാര്യമല്ലേ ഉമ്മ, പറഞ്ഞോളൂ, എല്ലാം പറഞ്ഞോളൂ. അങ്ങനെ ഉമ്മ അതാ പറയുവാൻ തുടങ്ങുന്നു. മോനെ, കുറച്ച് കാര്യങ്ങൾ അവളെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പൊന്നു മോനെ, ആ കുഞ്ഞിനെ, അതെ രാജേഷ് ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ വിൽക്കാൻ നിൽക്കുകയാണത്രേ. അതെ ഉമ്മ, എന്ത് നിങ്ങളീ പറയുന്നത്? അതെ മോനെ, വല്ലാത്തൊരവസ്ഥയല്ലേ. അതിനവൾ സമ്മതിക്കോ? അതറിയില്ല മോളെ. പൊന്നു മോനെ, ഓളെ ഭാഗത്ത് തെറ്റ് പറ്റിയിരിക്കണ്. അവളൊരു ഉസ്താദിൻ്റെ ഭാര്യയായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഉമ്മ? അത് കേട്ടപ്പോഴാണ് എനിക്ക് മടുത്തു പോയത്. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല അങ്ങനത്തെ ഒരു വിഷയങ്ങളും. എനിക്ക് എന്തിനാ ഉമ്മ നമ്മളെ വീട്ടിലേക്ക് അവളെ കയറ്റിയത്? അവൾ സ്വന്തം ഉമ്മയെ ഉപ്പയെ സ്വന്തം ഭർത്താവിനെ, അത് ഉസ്താദായ ഭർത്താവിനെ വരെ സങ്കടപ്പെടുത്തി പോന്നവളാണ് ഉമ്മ. അവളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഏറ്റിട്ടുണ്ടാവും ഉമ്മ. കാരണം അത്രക്കും അങ്ങനത്തെ രീതിയിൽ പ്രവർത്തിച്ച പെണ്ണല്ലേ നമ്മൾ. അവളെ ഇവിടെ നിർത്തുന്നത് ശരിയാണോ ഉമ്മ? ആ മോൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മ പറഞ്ഞു, മോനെ, തെറ്റുകൾ പറ്റിപ്പോകും, മനുഷ്യന്മാരാണ് ഉമ്മ. എന്നാൽ ഇത് പറ്റിപ്പോയ തെറ്റല്ല, എന്തൊരു കരുതിക്കൂട്ടി. സത്യം പറഞ്ഞാൽ അവനെ വളരെയധികം വിഷമമുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ. മോനെ, എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി ഉണ്ടായിക്കോളും. നമ്മൾ ഓളെ സംരക്ഷിച്ചാൽ ഉമ്മ. അവർ തെറ്റുകൾ ചെയ്യുന്നവരെ സംരക്ഷിക്കുക, എന്ത് ഞാൻ ചെയ്യാം? അവളുടെ ഭർത്താവിൻ്റെ അരികിലേക്ക് ആക്കി കൊടുക്കല്ലേ വേണ്ടത്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അരികിലേക്ക്. അതാണ് ഉമ്മ നമ്മൾ ചെയ്യേണ്ടത്. ഏതായാലും ആ മാതാപിതാക്കൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും ഉമ്മ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതെ, ഒത്തിരി വിഷമിക്കുന്നുണ്ടാകും. അവരുടെ മകൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ കണ്ണീര് പറ്റിയിട്ടുണ്ടാവും ഉമ്മ. പിന്നെ ഭർത്താവ്, അത് ഗർഭിണിയായ പെണ്ണ് ഇറങ്ങിപ്പോരി. എന്താ ഉമ്മ നാളെ തന്നെ എന്തെങ്കിലും സംവിധാനം ചെയ്തിട്ട് അവളെ അവളുടെ വീട്ടിലേക്കായി കൊടുക്കണം. ഉമ്മ അവളുടെ അരികിലേക്ക് എത്തി. മോളെ സീനത്തെ. ആ ഉമ്മ. മോളെ,
എൻ്റെ മോന് പറയുന്നത് മോളെ വേഗം യഥാസ്ഥാനത്ത് രക്ഷിതാക്കൾ അരികിലേക്ക് എത്തിച്ചു തരിക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മോള് നാളെ തന്നെ പോകാൻ വേണ്ടി, അല്ലാതെ ഞങ്ങളിവിടെ നിർത്തുന്നത് ശരിയല്ലല്ലോ. നിനക്ക് വേണ്ടി കരഞ്ഞിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവില്ലേ മോളെ, അവരെ അടുത്തേക്ക് ആക്കിത്തരാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക്. എവിടെയാണ് മോളുടെ അഡ്രസ്സും കാര്യങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ആക്കിത്തരും കേട്ടോ. ഇൻഷാ അല്ലാ ഞാനും വരണ്ട്, നമുക്കൊരു ഓട്ടോ എങ്ങനെ വിളിച്ചിട്ട് പോകാം. ഉമ്മ വേണ്ട വേണ്ട, ഒരിക്കലും വേണ്ട. മോളെ നീ എന്താ പറയുന്നത്? നിന്റെ ഭർത്താവ് കാത്തിരിക്കുന്നുണ്ടാവില്ലേ, നിന്റെ മാതാപിതാക്കൾ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? വേണ്ടമ്മ, ഒരിക്കൽ പോലും ഞാൻ ഇനി അങ്ങോട്ടില്ല. അതെന്താ? അതെ, സീനത്ത് ചെയ്ത കാര്യങ്ങളാണ് അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ഞാൻ ചെറിയൊരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പൊട്ട് തൊട്ട് സിന്ദൂരം അണിഞ്ഞുകൊണ്ട് തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു കൂട്ടിയ ആ ഒരു അപരാധങ്ങൾ. അതെ, നിങ്ങളെന്താ പറഞ്ഞത്? എനിക്ക് ഇവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ജീവിതം? അത്രക്കും ഞാൻ ഓരോന്ന് പറഞ്ഞ് അഹങ്കരിച്ചവളാണ്. വീണ്ടും അവരുടെ മുമ്പിലേക്ക് പോവുകയെന്ന് വെച്ചാൽ വേണ്ടമ്മ പ്ലീസ്, ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. പക്ഷേ എൻ്റെ വീട്ടുകാരുടെ അരികിലേക്ക് എന്നെ നിങ്ങൾ എത്തിക്കരുത് പ്ലീസ്, അപേക്ഷയാണ്. അതെന്താ മോളെ? അമ്മ എനിക്കിഷ്ടമല്ലമ്മ, സത്യമായിട്ടും ഞാൻ അവരുടെയൊക്കെ മുമ്പിൽ അത്രക്കും കളിയാക്കിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി അവരുടെ അരികിലേക്ക് പോകാൻ എനിക്കിഷ്ടമല്ലമ്മ. അവൾ ആ ഉമ്മയോട് കരഞ്ഞു തളർന്നു പറഞ്ഞു. ഉമ്മ പ്ലീസ്, എന്നെ നിങ്ങൾ പറഞ്ഞേക്കരുത് പ്ലീസ്. മോളെ, പിന്നെ ഇവിടെ നിൽക്കുന്നത് എന്താ അർത്ഥം? നിനക്ക് വേണ്ടി കരഞ്ഞിരിക്കുന്ന മാതാപിതാക്കൾ അരികിലേക്കല്ലേ നിന്നെ എത്തിക്കേണ്ടത്? മോളെ, എന്താ മോൾ ഇങ്ങനെ പറയുന്നത്? ഉമ്മ പ്ലീസ്, എന്നെ പറഞ്ഞേക്കരുത് പ്ലീസ്. ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, എന്നെ പറഞ്ഞേക്കരുത്. അത് കേട്ട് ആ ഉമ്മ ഞെട്ടിപ്പോയി. എന്താ റബ്ബേ കുട്ടി പറയുന്നത് ഇങ്ങനെ? മോനെ, ഉമ്മാൻ്റെ മോനെ. എന്തോമ്മ? ഞാൻ മോനെ അവളോട് പറഞ്ഞപ്പോൾ ഉമ്മ എന്നെ പ്ലീസ് എന്നെ എങ്ങോട്ടും കൊണ്ടുവരുത്, ഞാൻ വേറെ എവിടേക്കെങ്കിലും പോയിക്കോളാം, ഒരിക്കലും എൻ്റെ മാതാപിതാക്കളുടെ അരികിലേക്ക് ആക്കി തരുത് എന്നാണ് പറയുന്നത്. ഉമ്മ, അതെ, അത്രക്കും വലിയ തെറ്റ് കാട്ടിക്കൂട്ടി ചെയ്തു പോകുന്നതല്ലേ, അതായിരിക്കും. എന്തായാലും പൊന്നു മോനെ, എന്തായാലും നോക്കുക അല്ലേ, ഓള് കുറച്ചിവിടെ നിൽക്കട്ടെ. ഉമ്മ, അങ്ങനെ നമ്മൾ നിർത്തുന്നത് ശരിയല്ല, നിയമപരമായി തെറ്റാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ രക്ഷകർത്താക്കളെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കണം. അതാണ് വേണ്ടത്. അത് കരഞ്ഞ് പറയാണ് മോനെ. പെട്ടെന്ന് അതാ അവൻ അവളുടെ അരികിലേക്കെത്തി. സീനത്തെ, എന്നെ മാതാപിതാക്കളുടെ അരികിലേക്ക് ഏൽപ്പിച്ചു തരാം കേട്ടോ. വേണ്ടക്ക പ്ലീസ്, എന്നെ നിങ്ങൾ ചതിക്കരുത് പ്ലീസ്, അല്ലെങ്കിൽ പോലീസിൽ, എന്നാലല്ലേ മോള് രക്ഷപ്പെടുള്ളൂ. ഇക്ക പ്ലീസ്, എന്നെ ഒരിക്കലും അങ്ങനെ പറഞ്ഞേക്കരുത് പ്ലീസ്, എന്നെ പറഞ്ഞേക്കരുത് ദയവായി. ഞാൻ വേറെ എങ്ങോട്ടേയും പോയിക്കോളാം, പക്ഷേ അവരുടെ അരികിൽ എന്നെ ഏൽപ്പിക്കരുത്. എനിക്ക് അത്രക്കും. എന്താ, നിന്നെ മാതാപിതാക്കൾ ഒരിക്കലും വെറുക്കൂല, അത് നിന്നെ സ്വീകരിക്കും. വേണ്ട പ്ലീസ്. അല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഭർത്താവ്? ഇല്ല, അദ്ദേഹം ഗൾഫിലാണ്, അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സീനത്തെ, ജീവിതമാകെ ഒന്നേ ഉള്ളൂ. ആ ഉള്ള ജീവിതം നമ്മൾ തെറ്റ് ചെയ്ത് ടെൻഷനായി ജീവിച്ചിട്ടെന്താ? നമ്മൾ നല്ല ഹാപ്പിയായി നല്ല സന്തോഷത്തോടു കൂടി നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിനക്ക് ജീവിച്ചുകൂടായിരുന്നു മോളെ. നീ ഗർഭിണിയല്ലേ, ഒന്നുമില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇക്ക പ്ലീസ്. അപ്പോഴേക്കും അതാ സീനത്ത് അവൻ്റെ അരികിൽ ചെന്ന് താഴ്ന്നു കൊഴുന്ന് പറയുന്നു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് കുറച്ച് ദിവസം ഇവിടെ ഒരിടം തരണം, ഞാൻ എന്നിട്ട് പോയിക്കോളാം എങ്ങോട്ടെങ്കിലും. മോളെ, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. ഇൻഷാ അല്ലാ നാളെ കൊണ്ടാക്കി തരാം. വേണ്ടക്ക പ്ലീസ്. അവൾ നിലത്ത് വീണ് അവൻ്റെ കാല് പിടിക്കുന്നു. ഏയ്, എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ശരിയല്ല. അതെ, അദ്ദേഹത്തിൻ്റെ കൈകളും അവൾ മുറുകെ പിടിച്ച് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എന്നെ ദയവായി കുറച്ച് ദിവസം ഇവിടെ നിർത്തണം, അല്ലാന്നുണ്ടെങ്കിൽ രാജേഷ് എന്നെ കണ്ടാലും വെറുതെ വിടില്ല, ഇവിടെയാകുമ്പോൾ അറിയില്ലല്ലോ. ഏയ് കുട്ടി എന്താ ചെയ്യുന്നത്? അതെ, അവനെ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു അവളത് പറഞ്ഞത്. ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നിപ്പോയി. റബ്ബേ, ഒരു പെണ്ണെന്നെ മുറുകെ പിടിച്ചിരിക്കുന്നു, റഹ്മാനെ, അല്ലാ. പക്ഷെ അവളുടെ ആ കണ്ണീര് കണ്ടാൽ ആരുടെയും മനസ്സൊന്ന് അലിഞ്ഞു പോകും. ഇക്ക പ്ലീസ്, എന്നെ കൊണ്ടുവിടരുത് പ്ലീസ്, എന്നെ
എന്നെ എവിടേക്ക് കൊടുത്തയച്ചാലും അവന് എന്നെ തട്ടിക്കൊണ്ടുവരും. പ്ലീസ്, എനിക്കിവിടം കുറച്ച് ദിവസം ഒരഭയം നൽകണം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം അതാ അവൻ്റെ ചിന്തകൾ മാറി മറിയുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.